നല്ല പടം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നിവിൻ പോളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി അടിപൊളി, കൂട്ടത്തിൽ നല്ല രീതിയിൽ കോമഡി ഫുൾ നിവിൻ പോളിയായിരുന്നു. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല പടമാണ്, കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. വിശാ സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റ് പടം. നല്ല പടം. സെക്കൻഡ് സന്തോഷം. വിനീത് ശ്രീനിവാസൻ്റെ വലിയൊരു താങ്ക്സ്. രക്ഷയിലായിരുന്നു. പുള്ളി വന്നു നടന്നിട്ട് ശരിയായിരുന്നു. താങ്ക് യു. കൊള്ളാം, നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, കുറച്ച് ലാഗുണ്ട്. നല്ല പടം. നിവിൻ പോളി ഒരു രക്ഷയില്ല, പൊളിയാണ്. നിവിൻ പോളി വന്ന് ചിരിച്ച് ചത്തു. ഒരു ഫുൾ മൂവി നിവിൻ പോളിയുടെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. മൊത്തത്തിൽ നല്ല പടം. കിടിലം പടം, നല്ല സിനിമ. ഇത് സൂപ്പർ ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്. അവർ സിനിമ പറയുന്ന പോലെ ബ്ലോക്ക് ബസ്റ്ററാണ്. മൂവി ഗുഡ് മൂവി, വൺ ടൈം വാച്ച്. അടിപൊളിയായിട്ടുണ്ട്. നിവിൻ്റെ വന്നിട്ട് വേണ്ട സിനിമയുടെ ഹൈപ്പ് മാറിപ്പോയി. അടിപൊളി. ഈ ട്രോളർമാർക്കും എല്ലാവർക്കും കൂടെ ഒരു പണി കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടാൽ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടേണ്ട കൂടെയാണ്. എന്ന് വെച്ചാൽ ആ കാലത്ത് ചെന്നൈ കാലഘട്ടം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറച്ചൊക്കെ. നിവിൻ പോളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൊളിപ്പടമാണ്, പൊളിപ്പടം, കിടിലം പടം ബ്രോ. വിനീത് ശ്രീനിവാസൻ മാജിക്, ധ്യാൻ, ദിവിൻ, പ്രണവ് എല്ലാം തകർത്ത്, ഒന്നും പറയാനില്ല. സെറ്റ് പടം, വണ്ടർഫുൾ. നല്ല സിനിമയാണ്, നല്ല പടം. കാണുക കേട്ടോ, പടം കൊള്ളാം, സൂപ്പർ പടം. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇല്ല കിടിലം, കാണാൻ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം, നല്ല രസമുണ്ട് കാണാൻ. സിനിമ പൊളിയാണ്, കൊള്ളാം. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ധ്യാൻ, ശ്രീനിവാസൻ, പ്രണവ്, മോഹൻലാൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ സ്ഥിരം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമയിലും അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ തിരിച്ചു വരുന്ന അടിപൊളിയായിട്ട് പറയാൻ പറ്റും. അടിപൊളിയായിട്ട് സെക്കൻഡ് ഹാഫ് പുള്ളി പൊളിച്ചു. നൈസ് പടമായിരുന്നു, നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി പടമാണ്. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. വർഷങ്ങൾക്ക് ശേഷം കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെ പറയാൻ, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും എങ്ങനെ അറിയില്ല. മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പോ പോലെയൊക്കെ തോന്നും. നല്ല ഷോർട്സൊക്കെ ഉണ്ട്. ഇമോഷണൽ ആവും, ലാസ്റ്റ് ഗൂസ് ബംസ് ഒക്കെ വരും. കൈയടിച്ചിട്ട് ഇറങ്ങുള്ളൂ. എന്തായാലും പടം വരുന്നത് നിവിൻ പോളി ഷോ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളി പടം. സെയിം ഒരുമിച്ച് കയറിയതാ. സെക്കൻഡ് ഹാഫ് നിവിൻ പോളി അങ്ങനെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ക്ലാസ്സാണ് പടം. സെക്കൻഡ് ഹാഫ് കുറച്ച് നിവിൻ പോളി കോമഡിയൊക്കെ ആയിട്ട്. സെക്കൻഡ് ഹാഫ് നല്ല വൈബാ. കിടിലം പടമായിരുന്നു. നല്ല പടമായിരുന്നു ചേട്ടാ. കൺഫേം ആയിട്ട് തിയേറ്റർ കാണേണ്ട പടം തന്നെ. കിടിലം പടമായിരുന്നു. പിന്നെ നിവിൻ പോളി പൊളിച്ചെടുക്കി, അടിപൊളിയായിരുന്നു. വിജയം തന്നെയാണ്. അല്ല, പൊളി പടം, മസ്റ്റാണ്. കിടിലോ, ഒരു രക്ഷയില്ല. എല്ലാവരും കൺഫേം ആയിട്ട് കിടിലം പടം കേട്ടോ. കൺഫേം ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. നിവിൻ പോളിയുടെയൊക്കെ ഒരു രക്ഷയില്ല. ചിരിച്ച് തിയേറ്ററിൽ ബഹളമായിരുന്നു, അത്രയ്ക്ക് കിടുമായിരുന്നു. കൊള്ളാം, നല്ലതായിരുന്നു. എല്ലാ എലമെൻസും ഉണ്ട് ആക്ച്വലി. നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലൊരു കമ്പാക്കാണ്. ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ തന്നെ നല്ലതായിരുന്നു. നിവിൻ പോളി അടിപൊളി. ഇല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഇത് അടിക്കില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം. വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും പോയി കാണാൻ പറ്റും. ഒരു എന്താ പറയുക, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെയാണ് വരുന്നെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. ഒരു മരണമാസ് ഐറ്റമാണ് ഇതിനകത്തുള്ളത്. കുറേ ഡയലോഗ് ഒന്നും പറയേണ്ട. ഇത് എന്തായാലും എല്ലാവരും അത് കാണണം. നിവിൻ പോളിയുടെ സെക്ഷൻ മാത്രം കാണാൻ വേണ്ടിയാലും ഇത് വന്നാൽ അത്ര ബ്യൂട്ടിഫുള്ളാണ്, നന്നായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണണമെന്ന് മാത്രമേ പറയുള്ളൂ. സൂപ്പർ, നല്ല മൂവി. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒന്ന് സ്ലോ ഉണ്ടായിരുന്നു, കുറച്ച് ആവറേജ് എന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രണവോ ധ്യാൻ്റെയോ പടമെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കാണുന്നത്. നിവിൻ പോളിയുടെ എൻട്രി സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അതിനുശേഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ഗ്രാഫ് കുറച്ച് താന്ന് നിന്ന ഗ്രാഫ് ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. നിവിൻ പോളിയുടെ ഭയങ്കരമായ കംബാക്ക്. നിവിൻ പോളിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നും പറയാനില്ല. അമ്മാതിരി ഓഡിയൻസൊക്കെ ചിരിച്ച് മറിയുന്ന ഒരു ലെവലിലോട്ടാണ് നിവിൻ പോളിയുടെ ആക്ടിങ്ങിനും നിവിൻ പോളിയുടെ ആ സീൻസ് എല്ലാം വന്നേക്കുന്നത്. ഓവറോൾ നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, റൈറ്റിംഗ് നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് ലെവലിലും ഒരുപാട് നല്ല ട്വിസ്റ്റ് പോലെ ചെറിയ ട്വിസ്റ്റാണ്, പക്ഷേ എന്നാലും കുറേ നന്നായിട്ടുണ്ട്. പിന്നെ മൂവിക്കകത്തുള്ള മൂവിയാണ് കുറേ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറേ അടുത്ത് കണ്ടുകൊണ്ട് അത് കുറച്ച് ക്ലീശ ആവുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നിവിൻ പോളി സെക്കൻഡ് ഹാഫിൽ വെച്ച് ഈ പടത്തിൻ്റെ മൊത്തത്തോടെ ഗ്രാഫ് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം, അതാണ് എനിക്ക് പറയാനുള്ളത്. മ്യൂസിക്, എല്ലാ ഫ്രെയിംസും അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ നല്ല മൂവിയാണ്. എല്ലാം നന്നായിട്ടുണ്ട്. ഫ്രെയിംസ് ആയിരുന്നാലും കാസ്റ്റിംഗ് ആയിരുന്നാലും നമ്മളും ആ ഒരു പടത്തിനൊപ്പം സഞ്ചരിക്കും. അറ്റ് ലാസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നല്ല പടമായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല കാണും. നിവിൻ പോളി ഇടയ്ക്കൊക്കെ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കംബാക്ക് എന്നല്ല, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്.